കുട്ടനാട്ടിലെ ചില പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. കുട്ടനാട്ടിലെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അതിജീവിച്ച് വളരുന്ന ഒരു തലമുറയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും ഒന്നും ഇതൊരു അതിശയമായിട്ടോ അല്ലെങ്കിൽ ഒരു ദുരന്തമായിട്ടോ ഒന്നും അവർ കരുതുന്നില്ല. അതുതന്നെയാണ് ഞങ്ങളെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് നമുക്ക് വലിയൊരു ആശ്വാസവും പ്രത്യാശയുമുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൽ മതിയായ സന്തോഷമുണ്ട്. പിന്നെ ചില കുടുംബങ്ങളിൽ അവർ നിത്യവേതനം ദിവസക്കൂലിക്കാരായിട്ടുള്ള ആളുകൾ ഈ ദിവസങ്ങളിൽ ചിലപ്പോൾ അവർക്ക് കൂലിക്ക് പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ജോലിക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ കുറവായിരിക്കാം, കൂലി ലഭിക്കുകയില്ലായിരിക്കാം. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ശ്രദ്ധിച്ച് ചേർത്ത് നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ ഈ കാറ്റ് മൂലം ചില കുടുംബങ്ങളിൽ അവർക്ക് ഷീറ്റും ഓടും ഒക്കെ നഷ്ടപ്പെട്ട് പോയിട്ടുള്ളതായിട്ട് അറിയുന്നുണ്ട്. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്താൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. അല്ലാതെയുള്ള വലിയൊരു വിഷയം കുട്ടനാട്ടിലില്ല. നമുക്ക് കുട്ടനാടൻ ജനതയോടൊപ്പം നിൽക്കാം, അവരുടെ ആവശ്യങ്ങൾ ഇടപെടാം. എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ. ഒരു ദേശത്തെ ആളുകൾ വിഷമം അനുഭവിക്കുമ്പോൾ മറ്റുള്ളവർ അവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു രീതി. അത് കേരളത്തിലെ മലയാളികളുടെ ഒരു വലിയ പ്രത്യേകതയാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കുവാനായിട്ട് സാധിക്കണം. ചങ്ങനാശ്ശേരി അതിരൂപത, ചാസ് അതുപോലെയുള്ള സംഘടന എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് എന്ത് അത്യാഹിതം ഉണ്ടായാലും നേരിടാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ ജനതയോടൊപ്പം നിൽക്കാം. എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു.